ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബട്ടർ ചിക്കനാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സവോള, 3 തക്കാളി, ഒരു 15 കാഷ്നട്ട്, 2 കറുകപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 2 ബേ ലീഫ്, ഫ്രഷ് ക്രീം, ചിക്കൻ മസാല പുരട്ടി വെച്ചിരിക്കുക. ചിക്കൻ മുളക് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൽ പുരട്ടിയിരിക്കുന്നത് മുളക് പൊടി, അല്പം മഞ്ഞൾ പൊടി, തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അല്പം ബട്ടർ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പൊള്ളും നന്നായിട്ട് ഫ്രൈ ആകണം. ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെയാണ് ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവോള റെഡി ആയിട്ടുണ്ട്. നമുക്ക് പച്ചച്ചെരുവും കൂടെ ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, കാഷ്നട്ട്, ബേ ലീഫ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് അല്പം ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത്. ചിക്കനിലും ഞാൻ അല്പം ചേർത്തിട്ടുണ്ട്, ഗാർലിക് ചേർത്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അല്പം ഗരം മസാല ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ മറ്റ് സാധനങ്ങളിലൊക്കെ ചേർത്തത് കൊണ്ട് ഒരൽപ്പം ഇട്ടാൽ മതി. എൻ്റെ മോനൊരാവശ്യമുണ്ടെന്ന് ആ മഞ്ജുവിനോട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ട് വരാനായിട്ട്. അപ്പം നമ്മളിത് ഈ ബേ ലീഫും ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി പാനിലേക്ക് ഇട്ട് കൊടുക്കും. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നിന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. തണുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.